റിപ്പോർട്ടർ ടി.വി എന്ന സ്വകാര്യ മാധ്യമ സ്ഥാപനം നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വഴിവിട്ട ഇടപാടുകൾക്കും പച്ചക്കൊടി കാണിച്ച് മുൻപിൽ നിന്ന് വഴി തുറന്നു കൊടുത്തത് സാക്ഷാൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ തന്നെയാണ്. കൂടെ അതിലും ഭീകരനും കൂടെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അവസാനം വരാം. എന്തായാലും ഭരണഘടനാ പദവിയിലിരുന്ന് ഒരു മാധ്യമ കമ്പനിയുടെ വ്യാജ പരസ്യത്തിന് കാവൽ നിന്ന ഈ മുൻ മന്ത്രിക്ക് ഇതിലെന്തായിരുന്നു റോൾ? ഈ പോക്ക് പോയാൽ ജനങ്ങൾ പറഞ്ഞ് റിപ്പോർട്ടർ ടി.വി തനിയെ പൂട്ടേണ്ടി വരുമെന്ന അവസ്ഥയിലേക്കാണ് എന്തായാലും കാര്യങ്ങൾ നീങ്ങുന്നത്. ശുഭവാർത്ത അല്ലേ? എന്തായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് കിടക്കാം. 2024-25 കാലഘട്ടത്തിൽ മെസ്സിയെ കേരളത്തിലോട്ട് കൊണ്ടുവരാം എന്നും പറഞ്ഞ് നടത്തിയ നാടകത്തിനൊടുവിൽ കായിക പ്രേമികളുടെയും മാധ്യമങ്ങളുടെയും സംശയങ്ങൾ ശക്തമായതോടെയാണ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തുടർന്ന് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നത് കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനങ്ങളും തട്ടിപ്പുകളുമായിരുന്നു. റിപ്പോർട്ടർ ടി.വി അഥവാ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഥവാ RBC എന്ന സ്ഥാപനം ഒരു മാധ്യമ പ്രവർത്തനവും നടത്താനല്ല, മറിച്ച് തങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി മാത്രമാണ് ഈ മെസ്സി വാർത്തയെ ദുരുപയോഗം ചെയ്തത്. അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രയും സ്വാധീനവും ഉപയോഗിച്ച് തങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗും ബിസിനസ്സും കൂട്ടാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? അവിടെയാണ് മുൻ മന്ത്രി വി അബ്ദുറഹിമാന്റെ നിർണായകമായ പങ്കാളിത്തം പുറത്തു വരുന്നത്. കായിക വകുപ്പിലെ സ്വന്തം ഉദ്യോഗസ്ഥരെയും ക്യാബിനറ്റിനെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മന്ത്രി നേരിട്ടാണ് റിപ്പോർട്ടർ ടി.വിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. യാതൊരുവിധ ഓപ്പൺ ടെൻഡറുമില്ല, വിപണി മൂല്യനിർണ്ണയവുമില്ല, കമ്പനിയുടെ സാമ്പത്തിക ശേഷി പരിശോധന പോലുമില്ല. റിപ്പോർട്ടർ ടി.വി എന്ന സ്വകാര്യ കമ്പനിക്ക് ഈ വമ്പൻ അന്താരാഷ്ട്ര പ്രൊജക്ടിലെ സകല വാണിജ്യ അവകാശങ്ങളും ഒരു പ്ലേറ്റിൽ വെച്ച് നീട്ടുകയായിരുന്നു മന്ത്രി ചെയ്തത്. ഇതെന്താണ്, മന്ത്രിയുടെ തറവാട്ട് സ്വത്താണോ ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് വഴിവിട്ട് എഴുതി കൊടുക്കാൻ? മന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിലും മുൻ മന്ത്രിയാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എന്തായാലും ഒരു സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ ഒരു സ്വകാര്യ മാധ്യമ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ മുൻ മന്ത്രിക്ക് നൽകിയ ധൈര്യം എന്തായിരുന്നു? എൻ പ്രശാന്തിന്റെ റിപ്പോർട്ടിലെ ഏറ്റവും നാണം കെട്ട അമ്പരപ്പിക്കുന്ന കണ്ടെത്തൽ എന്താണെന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലേക്ക് വരുമെന്ന് ഉറപ്പു നൽകുന്ന ഒരൊറ്റ ഔദ്യോഗിക കരാർ പോലും ഇല്ലായിരുന്നു. AFA തങ്ങളുടെ പ്രൊമോഷന് വേണ്ടി പുറത്തിറക്കിയ വെറുമൊരു മാർക്കറ്റിംഗ് ബ്രോഷർ കണ്ടിട്ട് അത് ലീഗൽ എഗ്രിമെന്റ് ആണെന്ന് വ്യാജമായി ചിത്രീകരിച്ച് നാട് മുഴുവൻ തട്ടിവിടുകയായിരുന്നു ഇവർ ചെയ്തത്. നിങ്ങൾക്ക് നാണമില്ലേ അബ്ദുറഹ്മാനെ? ഒരു ട്രാവൽ ബ്രോഷർ കാണിച്ച് ലോകകപ്പ് ജേതാക്കൾ കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് നിയമസഭയിലും പൊതുസമൂഹത്തിലും തട്ടിവിടുമ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെയും കായിക പ്രേമികളെയും നിങ്ങൾ എത്രത്തോളം വിവരമില്ലാത്തവരായിട്ടാണ് കണ്ടത്? അതിനും ഒരുപടി മുകളിലായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി വി ജയതിലക്. 2 പേജുള്ള ഒരു തട്ടിക്കൂട്ട് ഉത്തരവിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം ഈ സ്വകാര്യ കമ്പനിക്ക് സൗജന്യമായി വിട്ടുകൊടുത്തു. ധനകാര്യ വകുപ്പ് അറിഞ്ഞില്ല, നിയമവകുപ്പ് അറിഞ്ഞില്ല, സംസ്ഥാന ക്യാബിനറ്റ് പോലും അറിഞ്ഞില്ല. ഇവർ 3 പേരും ചേർന്ന് സ്വന്തമായി ഒരു കൊച്ചു ഭരണകൂടം തന്നെ അങ്ങ് നടത്തി. സർവീസിൽ നിന്നും വിരമിച്ചു എന്നതുകൊണ്ട് ഈ വൻ അപരാധത്തിൽ നിന്നും അനാസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന വ്യാമോഹമോ വി ജയതിലകിന് വേണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. തട്ടിപ്പ് വെറുമൊരു വ്യാജ വാർത്ത നിർമ്മിതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിൽ അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ കറുത്ത കരങ്ങളുമുണ്ട്. വിദേശത്തേക്ക് $15 മില്യൺ ഏകദേശം 125 കോടിയിലധികം ഇന്ത്യൻ രൂപ അയക്കാൻ സർക്കാരിന്റെ പേരിൽ ക്ലിയറൻസ് ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഇതിലും അതിശയകരമായ കാര്യം എന്താണെന്നറിയോ? ഈ പണം വിദേശത്തേക്ക് കടത്താൻ ഇടനില നിന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ അമേരിക്കൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ FBI അന്വേഷണം നേരിടുന്ന വൻ കുറ്റവാളിയാണ്. ആർക്ക് വേണ്ടിയാണ് ഈ കോടികൾ വിദേശത്തേക്ക് കടത്താൻ പദ്ധതിയിട്ടത്? FBI അന്വേഷിക്കുന്ന കുറ്റവാളിയുമായി മുൻ മന്ത്രിക്കും റിപ്പോർട്ടർ ടി.വിക്കും എന്തായിരുന്നു ബന്ധം? ഹവാല പണം വെളുപ്പിക്കാനും നാടിന്റെ പണം വിദേശത്തേക്ക് കടത്താനും വേണ്ടി ലയണൽ മെസ്സിയുടെ പേര് ദുരുപയോഗം ചെയ്യുകയായിരുന്നോ ഇവരുടെ അന്തിമ ലക്ഷ്യം? പദ്ധതിയുടെ ആകെ ചെലവ് 210 കോടി രൂപയായി കണക്കാക്കിയപ്പോൾ പ്രതീക്ഷിച്ച വരുമാനം വെറും 82 കോടി രൂപ മാത്രമായിരുന്നു. ബാക്കി വരുന്ന 128 കോടിയുടെ സാമ്പത്തിക വിടവ് ആര് നികത്തും എന്നതിനെക്കുറിച്ച് യാതൊരുവിധ DPRO രേഖകളോ ഫയലുകളിൽ ഇല്ലായിരുന്നു. ഇത്രയും ഭീമമായ തുകയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന്റെയും ജനങ്ങളുടെയും തലയിൽ കെട്ടിവെക്കാനാണ് ഇവർ പദ്ധതിയിട്ടത്. മാധ്യമപ്രവർത്തനം എന്നത് ജനങ്ങൾക്ക് സത്യം എത്തിക്കാനും ഭരണകൂടത്തിന്റെ അഴിമതികൾ തുറന്നു കാട്ടാനുമാണ്, അറിയാമല്ലോ. എന്നാൽ റിപ്പോർട്ടർ ടി.വി ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണ്? തുടക്കകാലം തൊട്ടേ ഉടായിപ്പ്, ഇപ്പോഴും അത് തന്നെ. ഇല്ലാത്തൊരു പരിപാടിയുടെ പേരിൽ വ്യാജമായിട്ടുള്ള ന്യൂസ് ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിച്ചു. മാധ്യമ പദവിയും ചാനൽ ലൈസൻസ് ഉപയോഗിച്ച് വഴിവിട്ട സാമ്പത്തിക ഇടപാട് നടത്തി. സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ മുന്നിൽ നിർത്തി കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതിക്ക് കളമൊരുക്കി. തങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി കായിക വകുപ്പിനെയും മന്ത്രിയെയും കളിപ്പാവിയാക്കി. ഇതൊരു മാധ്യമ സ്ഥാപനത്തിന് ചേർന്ന പണിയാണോ?
വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനങ്ങളും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമങ്ങളും എല്ലാം ചുമത്തിക്കൊണ്ട് റിപ്പോർട്ടർ ടിവിയുടെ പൂട്ട് സകല ഏജൻസികളും കൂടെ ചേർന്ന് പൂട്ടിക്കണം. സത്യം വിറ്റ് കാശാക്കുന്ന ഇത്തരം വ്യാജ മാധ്യമങ്ങൾ പൂട്ടേണ്ടത് ഈ നാടിന്റെയും ജനാധിപത്യത്തിന്റെയും ആവശ്യമാണ്. തനിക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന് മുൻ സർക്കാരിനും സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് മുൻമന്ത്രി അബ്ദുറഹിമാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കള്ളത്തരം പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്ന തെളിവുകൾ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. വകുപ്പ് തലത്തിലെ ഉദ്യോഗസ്ഥർ അറിയാതെ മന്ത്രി അബ്ദുറഹിമാനും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും നേരിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. 2025 ഒക്ടോബർ 18 മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്വന്തം നിലയിൽ അയച്ച രഹസ്യ ഇമെയിലുകൾ ഇതിന് തെളിവാണ്. ഔദ്യോഗിക ഫയലുകളിൽ രേഖപ്പെടുത്താതെ സ്വന്തം താല്പര്യപ്രകാരം വിദേശ ഏജൻസികളുമായി ആശയവിനിമയം നടത്താൻ ഒരു മന്ത്രിക്ക് എന്താണ് അധികാരം? തന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് കോടികളുടെ ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച മുൻ മന്ത്രി അബ്ദുറഹിമാൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് IAS നൽകിയ സമഗ്ര റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മന്ത്രിസഭയുടെയും സജീവ പരിഗണനയിലാണുള്ളത്. റിപ്പോർട്ടിൽ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തായാലും പറയാം. ED അന്വേഷണം, $15 മില്യൺ വിദേശ വിനിമയ ശ്രമത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണം. അതുപോലെ തന്നെ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതിൽ കേന്ദ്ര ധനകാര്യ അന്വേഷണ ഏജൻസികൾ കേസെടുക്കണം. അതുപോലെ പ്രത്യേക അന്വേഷണ സംഘം, അതായത് അന്താരാഷ്ട്ര തട്ടിപ്പും ഗൂഢാലോചനയും ഭരണഘടനാ ലംഘനവും അന്വേഷിക്കാൻ CBI അന്വേഷണമോ വിജിലൻസ് അന്വേഷണമോ വേണം. വിഷയം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ തീരുമാനിച്ചാൽ മുൻ സർക്കാരിലെ പ്രമുഖർക്കും ഉന്നത IAS ഉദ്യോഗസ്ഥർക്കും ചിലപ്പോൾ മുൻ മുഖ്യമന്ത്രി വരെ റിപ്പോർട്ടർ ടിവിയുടെ തലപ്പത്തുള്ളവർക്കും അഴിയെണ്ണേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.